സൂപ്പർ അമ്മയും മകളും. എന്റെ സരസേ, ഇന്ന് കുടുംബശ്രീന്റെ മീറ്റിംഗിന് പഞ്ചായത്ത് മെമ്പർ വന്ന തല വഴി കരിയോയിലോയിക്കും ഞാനാ. ആതാ വരുന്നുണ്ട്. അയ്യോ പോയില്ലേ. എടോ, പഞ്ചായത്ത് മെമ്പറിന്റെ കാര്യല്ലേ പറഞ്ഞ, ബസ് പോയിന്ന്. ഇന്റെ വർത്താനം കൊണ്ട് എന്റെ ബസ് പോയെ. വെക്കടെ പോണ്. ഇവിടെ എക്സ്ക്യൂസ് മീ, ഇവിടെ ബ്യൂട്ടി പാർലർ ഉണ്ടോ? ബ്യൂട്ടി പാർലർ ഒന്നുമില്ല, ചന്ദ്രേട്ടന്റെ കട്ടിങ്ങും ഷേവിംഗും ഉണ്ട്, അത് മതിയാ. എന്റെ ടൈം പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? നോക്കൂ, എന്റെ പുരികത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പുരികത്തിന് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മൊത്തത്തില്ല കുഴപ്പം. നിങ്ങളുടെ പേരെന്തായിരുന്നു? തങ്കം. ഓക്കെ. വെള്ളം വേണം? മിനറൽ വാട്ടർ ആണോ? ആ പറഞ്ഞ വാട്ടർ അല്ല, പക്ഷെ എന്റെ കിണറ്റിന്ന് കോരിയെടുത്ത വെള്ളം എനിക്ക് വേണം. ഞാൻ ഇങ്ങനത്തെ വൃത്തിയില്ലാത്ത ബോട്ടിൽ നിന്നും വെള്ളം കുടിക്കാറില്ല. ഇവിടെ നല്ല വൃത്തിയുള്ള വെള്ളമാടോ എനിക്ക് വേണോടോ. വേണ്ട, നീ വേണ്ട കുടിക്കേണ്ട കുരിപ്പേ. ഇല്ല പിന്നെ ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിക്കും. എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ പിടിക്കൂ. പിടിക്കണ? ഒന്ന് പിടിക്കൂ. ഇത് വൈ കാണിക്കുന്നേ. അല്ലെങ്കിൽ അതിനകത്തൊന്നും കാണുന്നില്ല. എന്റെ പേരോ സിൻഡ്രല്ല. സിലിണ്ടർ ഇല്ലെങ്കിൽ ഞാൻ സാധാ അടുപ്പിൽ കഞ്ഞി വെച്ച് കുടിക്കൂ. അതല്ല, എന്റെ പേര് പറഞ്ഞ സിൻഡ്രല്ല. അന്നാ എന്റെ ജോലി എന്തെന്നാ? എന്റെ ഫാമിലി മൊത്തം പൊളിറ്റിക്സിലാ. പിന്നെ എല്ലാരും നിർബന്ധിച്ചപ്പോ ഞാനും ഇലക്ഷനൊക്കെ പങ്കെടുത്തു, ജയിച്ചു കേട്ടോ. പക്ഷെ സത്യപ്രതിജ്ഞ മാത്രം ഞാൻ ചെയ്തില്ല. സത്യപ്രതിജ്ഞ കൈ ഇങ്ങനെ നീട്ടി വെച്ചല്ലേ ചെയ്യേണ്ടത്. അന്ന് ഞാൻ കൂട്ടസിടാൻ മറന്നുപോയി. അന്ന് ഞാൻ കൂട്ടസിട്ടിരുന്ന ഞാൻ ഒന്ന് മന്ത്രിയായല്ലേ തങ്കം. അയ്യോ, കൂട്ടസിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മന്ത്രിനെ പോയില്ലേ. എന്താ പറയാ, കുറച്ച് വെള്ളമുണ്ടോ? വെള്ളമില്ല, അല്ല വൃത്തിയില്ലാത്ത കുപ്പിയാ. വെള്ളമില്ല. ഇതിനകത്ത് ഞാൻ തുപ്പിട്ടിക്കുന്നു, തരാൻ പറ്റില്ല. ഞാൻ തുപ്പിട്ടിക്കുന്നു, സത്യമായിട്ടും തുപ്പിട്ടിക്കുന്നു. ബസ് ഇപ്പൊ വരുമോ? ബസ് ഇപ്പം വരും, വരേണ്ടതാണ്. ബാഗ് എവിടെ പോയി? നീ കുറച്ചു നേരം എന്നെ കൊണ്ട് ബാഗ് പിടിപ്പിക്കുന്നു. ഒരു മിനിറ്റ്, ബസ് ഇപ്പൊ വരുമല്ലോ അല്ലേ? ഇതെന്തിനാടോ? പണ്ടൊക്കെ ബസ് യാത്ര ചെയ്യുമ്പോ സേഫ്റ്റി പിന്നൊക്കെ മതിയായിരുന്നു. ഇപ്പൊ അതൊന്നും പോരല്ലോ, വെട്ട് കത്തി അരിവാളൊക്കെ വേണം. തങ്ക ന്യൂസ് ഒന്നും കാണാറില്ലേ? ന്യൂസ് ഞാൻ അങ്ങനെ കാണലില്ല. ഓക്കെ. എന്തിനെങ്ങനെ പഠിപ്പിക്കുന്നു കുരിപ്പേ? അതല്ല, ടൈം പോയിന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യേണ്ട? ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു കാണും. പോയില്ലെങ്കിൽ ഉണ്ടല്ലോ പപ്പയും മമ്മിയും എന്റെ വഴക്ക് പറയുന്ന. എവിടെ എന്റെ ഫംഗ്ഷൻ? അതൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് അയനിക്കാട്. അവിടെ രണ്ടാമത്തെ വളവിൽ. രണ്ടാമത്തെ വളവില്ല? ആടെ എടിയനു? അടതിന്റെ കൂട്ടില്. അയ്യോ, ആട് ഏടിയാന്നല്ല ചോദിച്ചത്, അവിടെ എവിടെയാന്നാ ചോദിച്ചത്. അങ്ങനെ പറയൂ. അവിടെ 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 ഒരു കടയില്ലേ? ആ കടയുടെ ബാക്കിലൂടെ നടന്ന്. അങ്ങനെ ബാക്കിലൂടെ നടന്നിട്ട് ആടാ എവിടെയാ? അവിടെയോ? അവിടെ പറ. അല്ല, അതൊക്കെ തന്നെ നിങ്ങൾ അറിയുന്നേ. എന്റെ ബാഗ് കൊണ്ട് തരൂ. ബാഗ് അടുക്ക് കുറച്ചു നേരം ഇല്ല, ഞാൻ പിടിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ. സാമ്പാറ്, തോരൻ, അവിയല്. ഇനി കുപ്പിക്കച്ചവടത്തിന് പോവാന്നടോ. നീ എടിയാ പോന്നെ? അയനിക്കാട്. അയനിക്കാട് പറ. അയനിക്കാട് ഒരു അന്നദാനം ഉണ്ട്. സാമ്പാറിന്. ഇത് സാമ്പാറിന് ഇരിക്കൂല്ലേ? വേസ്റ്റ് ആക്കണ്ട. ഇത് സാമ്പാർ ഫുഡ്. ഇത് തോരനെ ഇരിക്കൂല്ലേ? തോരന്. എന്റെ മുഖത്തെന്താ ഒരു ചമ്മല്. കളി കണ്ടേരം ഞാൻ ചെയ്തോ കൊമ്പത്തെ പെണ്ണ. ഇത് അച്ചാർ. ചെറിയ കുപ്പി എനിക്ക് തോന്നിയിരിക്കുന്നു. അല്ലോ, എന്റെ വീടേനു? എന്റെ പേര് ആരോടും പറയരുത്. ഇല്ല.
മഞ്ജുള 5ാം പീടിയ. എനിക്ക് തോന്നിക്കുന്നു നിന്റെ പേര് കണ്ടേരേ ഞാൻ വിചാരിച്ചു. നിക്ക് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. ഇനി പറഞ്ഞു നമ്മള് അയലെടുക്കേ എന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തോ. നമ്മളിപ്പോ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാ കേരളത്തിലെ സകല അന്നദാനം നമുക്ക് കവർ ചെയ്യാം. അന്നദാനം പൈസ ചെലവില്ല. ഇല്ല വീട്ടിലൊന്നും വെക്കുകയും വേണ്ട. സൂപ്പർ. എവിടെയൊക്കെ എന്നൊക്കെ അന്നദാനം നടക്കുന്നുണ്ട് എനിക്കറിയാം. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച വരെ ഉണ്ട്. എടോ ഞായറാഴ്ച നമുക്ക് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വാങ്ങി തിന്നാന്ന്. കുപ്പിയല്ല കുപ്പി എടുക്കുമില്ല. തോരന്റെ കുപ്പി ഉണ്ടാവൂല. പിന്നെ ഞാനും അങ്ങോട്ടേക്ക് ഞാൻ പോന്ന പിന്നെ ഞാൻ പറയാ. പിന്നെ ഇല്ല നീ സാമ്പാർ ഉണ്ടാക്കുമ്പോ സാമ്പാർ ഞാൻ തരൂല. സാമ്പാർ ചോദിക്കണ്ട. അതെനിക്ക് 3-4 ദിവസം ഫ്രിഡ്ജ് എന്തിനാ? ഞാൻ ചൂടാക്കി കഴിച്ചോളാം. കുറച്ച് തോരൻ തരാം. രണ്ടുപേരും ലൈവായിട്ട് ഒരു കോമഡി പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ അങ്ങനെ ലൈവായിട്ടൊരു സ്കിറ്റൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര ടെൻഷൻ. പിന്നെ അതായത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യാത്തൊരു കാര്യം, അതും കോമഡി, അത് നല്ല റിസ്ക് ആണ്. പക്ഷെ നിങ്ങൾ ആ ഒരു ധൈര്യം ഏറ്റെടുത്തത് വലിയൊരു കാര്യം തന്നെയാണ്. ശ്വേതാജി പറയൂ. അതന്നെയാണ് ഞാൻ പറയാൻ പോണത്. ലൈവായിട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒബ്വിയസ്ലി നിങ്ങളുടെ അതിൻ്റെതായ ഒരു തപ്പലെല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്ലാങ് ആണ്. ആ സൈഡത്തെ സ്ലാങ്, അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാവരും നമ്മൾ ആസ്വദിച്ചത് അതാണ്. രുദ്രലക്ഷ്മി കയറി വന്നപ്പോഴെന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ആദ്യം ഒരു എന്ത് പഴയനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇമ്മീഡിയറ്റ്ലി സ്ലാങ് വന്നു. ബിക്കോസ് അതൊരു കോമൺ ആയൊരു ഭാഷയല്ലേ. നന്നായിരുന്നു, നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. കോമഡി കുറച്ച് കുറവായിരുന്നു എൻ്റെ ഒരു ഇതിൽ. ബിക്കോസ് ഈ ലൈവ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു ഇത് അറിയില്ലല്ലോ, പിടുത്തം. ഈ ബിക്കോസ് നമ്മൾ ഒന്നിടുമ്പോൾ അടുത്ത കൗണ്ടർ കിട്ടിയില്ലെങ്കിൽ അത് ഏക്കില്ല. ബിക്കോസ് ഇതിന് മുമ്പേ ഈ വേദിയിൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കോമഡി കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു കൺഫ്യൂഷനിലാണ്. ഞാൻ നമ്മളുടെ കണ്ടസ്റ്റൻസിന് നേരെ ചോദിക്കുകയാണ്. ശ്രീകുട്ടി, എന്ത് തോന്നി? രുദ്രയുടെ ഭയങ്കര രസമായിരുന്നു ആ ഒരു ഇളക്കമൊക്കെ, സ്പെഷ്യലി സൂചി ഇളകുമ്പോൾ രുദ്ര ഫുൾ ഇളകുണ്ടായിരുന്നു. ഫുള്ള് രുദ്രയുടെ ആ ഒരു ആക്ഷനൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു. കോഴിക്കോട് സ്ലാങ് കേൾക്കാൻ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. കൗണ്ടേഴ്സ് എനിക്കും കേട്ടിടത്തോളം കൗണ്ടർ കുറച്ചുകൂടെ ഇടാന്ന് തോന്നി. ബാക്കി ചേച്ചി, ഞാൻ പറയുന്നത് ഇവർ ആദ്യമായിട്ടാണ് ലൈവ് സ്കിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ ഒരു എഫേർട്ടിനെ ഭയങ്കരമായിട്ടും ഞാനത് അപ്രീഷിയേഷൻ ചെയ്യുന്നു കേട്ടോ. പിന്നെ എനിക്ക് തിരിച്ചെന്ന് പറയാനുണ്ട്, നന്നായിട്ട് ചിരിച്ചോ ഏതെങ്കിലും ചിരിച്ചു. ഇനി ചേച്ചി, അമ്പിളി ചേച്ചി. ഞാൻ ആസ്വദിച്ചു നന്നായിട്ട്. കാരണം അവരുടെ ആ സ്റ്റേജ് പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഡാൻസേഴ്സാണ്. ഞങ്ങളൊക്കെ ഒരു സ്കിറ്റിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന അതൊന്നും അവർ കാണിക്കാതെ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ തോന്നിയത്. ഞാനിവിടെ ലൈവായിട്ട് കോമഡി മുമ്പ് ചെയ്തിട്ടുണ്ട്, ആ പുലിയുടെ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ആ കോമഡി നമുക്ക് ആ സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മളത് ലൈവിൽ അത് പറയുമ്പോൾ ആ കോമഡി വർക്കൗട്ട് ചെയ്യാൻ എഫേർട്ട് എനിക്കത് ലൈവായിട്ട് ഇവിടെ എനിക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം പക്ഷെ ദിവ്യൊക്കെ ഫസ്റ്റ് ടൈം ഇവിടെ ചെയ്തു. എനിക്ക് അവർ മാക്സിമം അവർ എഫേർട്ട് ഇട്ടതെന്ന് പറഞ്ഞു.